നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പക്ഷേ ഹേമ അവൾ ചെയ്ത ചതിക്ക് ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പാതി അവൾക്ക് കൊടുക്കണമെന്നാണോ ഏടത്തി പറയുന്നത്? ദേവൻ ചോദിച്ചു. അവൾ ചെയ്ത ചതിക്കല്ല, നിന്റെ സമാധാനത്തിന് വേണ്ടി നീ അത് ചെയ്യേ. ചതിച്ചവർക്കുള്ള ശിക്ഷ കാലം കരുതി വച്ചിട്ടുണ്ടാവും ദേവ. പക്ഷേ അത് കാണാൻ കാത്തുനിന്ന് നിന്റെ യൗവനവും സമാധാനവും കളയരുത്. അവൾക്ക് വേണ്ടത് നിന്നോടൊത്തൊരു ജീവിതമല്ല, നിന്റെ സ്വത്താ. അത് കൊടുത്ത് ആ ബന്ധം മുറിച്ചു മാറ്റി ദേവാ. ഒരു കോടതിക്ക് നിനക്ക് തരാൻ കഴിയാത്ത സമാധാനം ആ മോചനത്തിലൂടെ നിനക്ക് കിട്ടും. നിനക്ക് ഇനി ഒരു ജീവിതമുണ്ട്. നിന്നെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഒരാൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിന്റെ മനസ്സിനെ ഈ ചങ്ങലകളിൽ നിന്ന് നീ ആദ്യം മോചിപ്പിക്കണം. അല്ലെങ്കിൽ എല്ലാവരെയും നിനക്ക് ഹേമയായിട്ടേ കാണാൻ കഴിയൂ, ദീപ പറഞ്ഞു. അത് കേട്ട് അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ ആയിരുന്നു ഏടത്തി ഗൗരിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വരെ, ദേവൻ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് ദീപയോട് പറഞ്ഞു, ഹേമയിൽ നിന്ന് ഡിവോഴ്സ് എനിക്ക് വേണം ഏടത്തി. എന്നാൽ അത് എന്നെ വഞ്ചിച്ചവൾക്ക് അവൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തല്ല, അല്ലാതെ തന്നെ എനിക്ക് നേടിയെടുക്കണം. അതിനെനിക്ക് കുറച്ചുകൂടി സമയം വേണം ഏടത്തി. എന്തു പറഞ്ഞാലും മനസ്സിലാവില്ലേ ചേച്ചി? ഞാൻ എത്രയായി പറയുന്നു. ഏതെങ്കിലും പെണ്ണുങ്ങൾ വീട്ടിൽ വരുന്നതോ വീട്ടിൽ താമസിക്കുന്നതോ ആണ് ഹേമ മാഡത്തിനോടുള്ള പകരം വീട്ടലെന്നാ സാറ് വിചാരിക്കുന്നത്. സാറും അവരെ പോലെയാണെന്ന് കാണിക്കാൻ ശ്രമിക്കലാണോ യഥാർത്ഥ പകരം വീട്ടൽ? അവർ ചോദിക്കുന്നത് നൽകി അവരെ ഒഴിവാക്കി അവർ കൂടെയുള്ളപ്പോൾ ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു കാണിച്ചാണ് പകരം വീട്ടേണ്ടത്. അത് മനസ്സിലാവണ്ടേ? രവി പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ രവിയെ ഒന്ന് നോക്കി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് ദേഷ്യപ്പെടും, അല്ലാതെ ഒരിക്കലും നേരാവില്ലെന്ന് തീരുമാനിച്ചിരിക്കല്ലേ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പുറത്തേക്ക് പോയി. ദേവാ, രവി പറയുന്നത് ശരിയാ. നീ ഈ ചെയ്യുന്നത് കൊണ്ട് നിനക്ക് ചീത്തപ്പേരുണ്ടാവുകയുള്ളൂ. കോമ്പൻസേഷൻ കൊടുക്കാതെയുള്ള ഡിവോഴ്സിന് ഒരുപാട് കാലെടുക്കും. അത്രയും നിന്റെ യൗവനോ സമാധാനം നഷ്ടപ്പെടുമെന്നല്ലാതെ ഹേമ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല, ദീപ പറഞ്ഞു. കൈ നീട്ടി ദീപയെ തടഞ്ഞുകൊണ്ട് ദേവൻ പറഞ്ഞു. വേണ്ട ഏടത്തി, ഞാൻ ചിലതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം. അതുവരെ ഏട്ടത്തി ഇക്കാര്യത്തിൽ എന്നെ നിർബന്ധിക്കണ്ട. ദേവൻ കൈ ഉയർത്തിയപ്പോഴാണ് ദീപ ദേവന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് ശ്രദ്ധിച്ചത്. ഈ ചരട് ഇതെന്തിനു കെട്ടിയതാ ദേവ? ദീപ ചോദിച്ചു. ദേവൻ ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഇത് അമ്പലത്തിൽ നിന്ന് പൂജിച്ചു കൊണ്ടുവന്ന് രാമേട്ടൻ കെട്ടിയതാ ഏടത്തി. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. രാമേട്ടന് വേണ്ടി കെട്ടിയെന്നേ ഉള്ളൂ. ദീപ അപ്പോൾ ഗൗരി പറഞ്ഞതോർത്തു. അമ്പലത്തിൽ പോയി പൂജിച്ചു കൊണ്ടുവന്ന് രാമേട്ടൻ കെട്ടിയതാ? ദീപ സംശയത്തോടെ ദേവനെ ഒന്ന് നോക്കി. ആ സമയത്ത് ഡോറിൽ മുട്ടിയതിന് ശേഷം ഡോർ തുറന്ന് അകത്തേക്ക് എത്തി നോക്കി ഗൗരി പറഞ്ഞു. അവിടെ രാജീവേട്ടനില്ല. ഈ പേപ്പറുകളൊന്ന് സൈൻ ചെയ്ത് തന്ന കസ്റ്റമർക്ക് അയക്കായിരുന്നു. കയറുക, ദേവൻ പറഞ്ഞു. രാജീവ് ഉച്ചയ്ക്ക് ശേഷം ഫീൽഡിൽ പോയിരിക്കുക. കോശി സാർ ഇല്ലാത്തതല്ലേ? കോശി സാർ ഇല്ലാത്തത് രാജീവിന് കൂടുതൽ പണിയായി. ചില ഫീൽഡ് സ്റ്റാഫിന് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ എക്സ്പീരിയൻസ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് ദീപ അവിടുന്ന് എഴുന്നേറ്റ് ദേവനോട് പറഞ്ഞു. ദേവ, ഞാൻ ചെല്ലട്ടെ? ദേവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ദീപ ഗൗരിയുടെ കയ്യിലെ ചരടിലേക്കും ദേവന്റെ കയ്യിലെ ചരടിലേക്കും ഒന്ന് നോക്കിയ ശേഷം സംശയത്തോടെ ഗൗരിയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അവിടുന്ന് പോയി. ദീപ പുറത്തേക്ക് പോയതും ഗൗരി ഫയലുമായി ദേവന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് ആ ഫയൽ ദേവന്റെ കയ്യിൽ കൊടുത്തു. അവനത് വാങ്ങി മറിച്ചു നോക്കി. ദേവനെക്കുറിച്ചുള്ള അവളുടെ സംശയത്തെ ഓർത്ത് അവളുടെ മുഖത്ത് ഒരു തരം പരിഭ്രമം നിഴലിച്ചു. ആ ഫയൽ വായിച്ചു നോക്കിയ ശേഷം അവളുടെ മുഖത്ത് നോക്കി ദേവൻ ചോദിച്ചു. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? ദേവന്റെ ചോദ്യം കേട്ട് ഗൗരി ഒന്ന് പതറി. അത് ഒന്നുമില്ല, ഗൗരി പറഞ്ഞു. ദേവൻ ഫയലുകൾ മേശപ്പുറത്ത് വെച്ച് കസേരയിൽ അല്പം പിന്നിലേക്ക് ആഞ്ഞിരുന്നു. അവളുടെ മുഖത്തെ ഓരോ ചലനങ്ങളും അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മുഖം കള്ളം പറയില്ലല്ലോ ഗൗരി. എന്തോ ഒരു കാര്യം നിന്നെ അലട്ടുന്നുണ്ട്, ദേവൻ പറഞ്ഞു. ഏയ് ഒന്നുമില്ല, ഗൗരി പറഞ്ഞു. അവളുടെ മുഖത്ത് നോക്കി അല്പനേരം പുഞ്ചിരിച്ച ശേഷം ദേവൻ പറഞ്ഞു. ഒന്നുമില്ലെങ്കിൽ എനിക്ക് തോന്നിയതാവും. അതിനുശേഷം വീണ്ടും അവളുടെ മുഖത്ത് നോക്കിയിരുന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. എനിക്ക് ഇവളോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? അതോ മനസ്സിലായിട്ടും മനസ്സിലായിട്ടില്ലെന്ന് അഭിനയിക്കുന്നതാണോ? സർ, സൈൻ ചെയ്തു തന്നാ എനിക്ക് പോകായിരുന്നു, ഗൗരി പറഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി. അവൾ കൊണ്ടുവന്ന ഫയലിലേക്ക് നോക്കി ചോദിച്ചു.
നിനക്കിവിടെ നിൽക്കാൻ പേടിയുണ്ടോ? എനിക്ക് പോയിട്ട് ജോലിയുണ്ട്, ഗൗരി പറഞ്ഞു. ദേവൻ ഫയലിലെ പേജുകൾ വേഗത്തിൽ മറിച്ചു നോക്കി അവസാന പേജിൽ ഒപ്പിട്ടു. ആ ഒപ്പിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഗൗരി. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഒരു ഞെട്ടലോടെ അവൾ ചോദിച്ചു, മഹാദേവൻ? നിങ്ങളുടെ പേര് മഹാദേവൻ എന്നാണോ? അതുവരെ അവളത് മനസ്സിലാക്കിയിട്ടില്ലേ എന്ന അത്ഭുതത്തോടെ ദേവൻ അവളെ ഒന്ന് നോക്കി. അവൾ വിടർന്ന കണ്ണുകളോടെ വീണ്ടും ചോദിച്ചു, ശരിക്കും നിങ്ങളുടെ പേര് മഹാദേവൻ എന്നാണോ? ദേവന് ചെറിയൊരു പരിഹാസം തോന്നി. ആയിരുന്നില്ല, പേര് മാറ്റാൻ വേണ്ടിയാ ഇന്ന് രാവിലെ നേരത്തെ പോയത്. ഇപ്പോഴത് മഹാദേവൻ എന്നാക്കി മാറ്റി. ഒരു ദിവസം കൊണ്ടൊക്കെ പേര് മാറ്റി കിട്ടുമോ? അതിന് കുറേ ദിവസം എടുക്കില്ലേ? ഗൗരി സംശയത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി. എടി, ഈ ഓഫീസിൽ നീ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇതുവരെ എൻ്റെ പേര് നീ ഒരു ഫയലിലും കണ്ടിട്ടില്ലേ? ഗൗരി ഒന്ന് പതറി. ഇത് ഫോർമാറ്റ് അല്ലേ സാർ? ഇതിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് മാത്രമല്ലേ മാറ്റാനുള്ളൂ. അതുകൊണ്ട് ആ ഭാഗം മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. ബാക്കിയെല്ലാം സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ളതല്ലേ. ദേവൻ ചെയറിൽ പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. ശരി, നിനക്ക് 2 തവണ അപ്പോയിൻമെൻ്റ് ലെറ്ററും ഒരിക്കൽ ടെർമിനേഷൻ ലെറ്ററും കിട്ടിയിരുന്നല്ലോ. അതിലൊന്നും നീ എൻ്റെ പേര് കണ്ടില്ലേ? ടെർമിനേഷൻ ലെറ്റർ കിട്ടിയപ്പോൾ അത് വായിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, ഗൗരി നിസ്സംഗതയോടെ പറഞ്ഞു. അപ്പോൾ അപ്പോയിൻമെൻ്റ് ലെറ്ററോ? അതും നീ വായിച്ചു നോക്കിയില്ലേ? ദേവൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. എനിക്ക് ജോലിയും സാലറിയും മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ എൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്നും സാലറി എത്രയാണെന്നും മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിരുന്നില്ല, ഗൗരി പറഞ്ഞു. സാലറി മാത്രം നോക്കിയെന്ന് പറയ്. നിന്നെ സമ്മതിക്കണം. ഈ കമ്പനിയുടെ പേരെന്താണെന്നെങ്കിലും നിനക്കറിയോ? ദേവൻ ചോദിച്ചു. അറിയാം. ഞാൻ കരുതിയത് അത് ശരിക്കുള്ള മഹാദേവൻ്റെ പേരിൽ തുടങ്ങിയതായിരിക്കും എന്നാ. നിങ്ങളെല്ലാവരും ദേവൻ എന്നല്ലേ വിളിക്കാറ്? ദേവൻ ഒന്ന് ചിരിച്ചു. എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം എന്നെ അങ്ങനെ വിളിക്കുന്നത്. അത് കേട്ട് ഓഫീസിലുള്ളവരും അങ്ങനെ വിളിക്കാൻ തുടങ്ങിയെന്ന് മാത്രം, ദേവൻ വിശദീകരിച്ചു. അതിന് നിങ്ങൾക്ക് റിലേറ്റീവ്സൊക്കെ ഉണ്ടോ? ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ, ഗൗരി സംശയത്തോടെ ചോദിച്ചു. ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെ എല്ലാം വിളിച്ചു വരുത്തി നിന്നെ പരിചയപ്പെടുത്തി ട്രീറ്റ് കൊടുക്കാൻ നിന്നെ ഞാൻ ശരിക്കും കല്യാണം കഴിച്ചു കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ, ദേവൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഗൗരിക്ക് വല്ലാതെ സങ്കടം വന്നു. അതുവരെ പ്രസന്നമായിരുന്ന അവളുടെ മുഖം പെട്ടെന്ന് മങ്ങി. ഫയല് തരൂ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ആ ഫയലെടുത്ത് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ദേവൻ അവളെ വിളിച്ചു. ഗൗരി. അവൾ നിൽക്കാതെ നടന്നു നീങ്ങി. അപ്പോൾ ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വേഗം ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവിടെ നിർത്തി. ഗൗരി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ദേവൻ പറഞ്ഞു. എനിക്ക് വിഷമമൊന്നും ആയില്ല. എല്ലാം എനിക്ക് അറിയാവുന്നതല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് വിടൂ. അല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഒന്നും കാണണ്ട, ഗൗരി പറഞ്ഞു. നിനക്ക് വിഷമായില്ലെങ്കിൽ പിന്നെന്താ മുഖം വാടിയത്? ദേവൻ ചോദിച്ചു. എൻ്റെ മുഖം വാടിയതൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നിയതാവും. എൻ്റെ കയ്യിൽ നിന്ന് വിടൂ. ഞാനിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. ഇനിയും ചെന്നില്ലെങ്കിൽ നിങ്ങളുടെ കാമുകി എന്നെ അന്വേഷിച്ച് ഇപ്പം എവിടേക്ക് വരും, ഗൗരി പറഞ്ഞു. അവൾ എൻ്റെ കാമുകിയല്ല. അവനിലെ ദേഷ്യം വാക്കുകളിലും പ്രവൃത്തിയിലും ഒരുപോലെ നിറഞ്ഞു. അവളുടെ കൈത്തണ്ടയിൽ ബലമായി പിടിച്ചു തിരിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ തോന്നിയില്ല. വളരെ ശാന്തമായി അവൾ പറഞ്ഞത് അവൻ്റെ ദേഷ്യത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൻ ദേഷ്യത്തോടെ അവളുടെ കൈത്തണ്ടയിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. നല്ലതുപോലെ വേദനയെടുത്തെങ്കിലും ശാന്തമായി അവൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നിരിക്കൂ. ഞാൻ ഡോറ് തുറക്കുമ്പോൾ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അനാവശ്യ ചോദ്യങ്ങളുണ്ടാകും. അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അവൻ്റെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിച്ചെങ്കിലും അവൾ പറഞ്ഞതിലെ യുക്തി അവനെ തളച്ചിട്ടു. ദേഷ്യത്തോടെ പല്ലിറുമിക്കൊണ്ട് അവളെ ഒന്ന് പുറകിലേക്ക് തള്ളി അവളുടെ കയ്യിലെ പിടുത്തം വിട്ട് അവൻ ചെന്ന് അവൻ്റെ ചെയറിലിരുന്നു. അവൻ ബലമായി പിടിച്ചതുകൊണ്ട് അവളുടെ കൈത്തണ്ടയിൽ നല്ല വേദനയുണ്ടായിരുന്നു. അവിടെ അവൻ്റെ വിരലുകൾ പതിഞ്ഞ പാടുകൾ ചുവന്ന് തെളിഞ്ഞു കിടക്കുന്നത് അവൾ കണ്ടു. ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കിയ അവൾ മറ്റാരും കാണാതിരിക്കാൻ തൻ്റെ കൈത്തണ്ടയിലെ ആ പാടുകൾ ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് മറച്ചു. അവളുടെ കൈത്തണ്ടയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ ചുവന്ന പാടുകൾ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലൊരു നീറ്റൽ അനുഭവപ്പെട്ടു. മനഃപൂർവ്വമല്ലെങ്കിലും താൻ കാരണം അവൾക്ക് വേദനിച്ചല്ലോ എന്ന കുറ്റബോധം അവനെ പൊതിഞ്ഞു. തിടുക്കത്തിൽ കൈനീട്ടി അവൻ ഗൗരി എന്ന് വിളിച്ചപ്പോഴേക്കും ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ചെയ്ത തെറ്റിൻ്റെ ഭാരത്തോടെ അവൻ അവിടെ തന്നെ തളർന്നിരുന്നു പോയി.